പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും ഓണം അടിച്ചു പൊളിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ആദ്യത്തെ കമൻറ്റ് നമ്മുടെ അക്വേറിയം ക്ലീനിങ് ഉയർത്തിയില്ലേ ഇഷ്ടിയൊക്കെ വെച്ചിട്ട് അതിലത്തെ ടോമെൽദോ അക്വേറിയം അടിപൊളിയായല്ലോ. ഓണം ഓണം എന്ന് പരസ്യത്തിൽ പറച്ചിൽ മാത്രമേ ഉള്ളൂവല്ലോ. ഓണം വൈബ് ഒന്നും കാണാനില്ലല്ലോ. അജു സരിത ഒരു പൂക്കളമൊക്കെ ഒരുക്കാമായിരുന്നില്ലേ? കുറച്ച് കായ്പേരിൽ ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കി തുടങ്ങൂ. വെറുതെ ഒരു പഴയകാല ഓർമ്മകളിലേക്ക് പോവാലോ. ആ പൂക്കളം എല്ലാ ദിവസവും ഞങ്ങൾ ഇട്ടുമായിരുന്നു. അപ്പോൾ അത് വീഡിയോയിൽ കാണിച്ചില്ല, പിന്നെ ലാസ്റ്റ് കാണിച്ചില്ല നമ്മൾ. അതെ അതന്നെ, ഇത് മുന്നത്തെ അതിന് മുന്നുള്ള കമൻറ്റാണ് കേട്ടോ. പേര് ഉറക്കലും കാണിച്ചു. അത് പൊളിഞ്ഞ് പാളിസായ കാര്യം നിനക്കറിയാലോ. അടുത്ത് JMJ നല്ല ആറ്റുമണൽ കഴുകിയിട്ടാൽ നല്ലപോലെ ലൈവ് പ്ലാന്റ്സ് വളരും. ഇല്ല, ലൈവ് പ്ലാന്റ്സ് വളർച്ചയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല ഇവിടെ. ആദ്യം നമ്മൾ ഈ സാധനം ഉണ്ടാക്കിയപ്പോൾ, ഈ ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയപ്പോൾ വിഡോടെട്രയും ഗോൾഡ് ഫിഷിനെയും മാത്രമല്ല ഇട്ടെ. അപ്പോൾ ഇതങ്ങോട്ട് അതിൻ്റെ ഉള്ളിലത്തെ ചെടി അങ്ങോട്ട് വളർന്ന് ഇങ്ങനെ ആയിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. പെട്ടെന്നാണ് ഇതിന് കൂമ്പെടുത്ത് വളർന്നത്, നല്ല ഭംഗിയിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവറ്റകളൊക്കെ ചത്തുപോയില്ലേ. വിഡോടെട്രകൾ 100 ചത്തു. പിന്നെ ഗോൾഡ് ഫിഷിന് 25 എണ്ണത്തിനിട്ടതിൽ 21 അങ്ങോട്ട് ചത്തു. പിന്നെ നമ്മൾ കുറച്ചെണ്ണത്തിന് കൂടി വാങ്ങിച്ചു, അതും ചത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കോഴിക്കാർപ്പിനിട്ടില്ലേ, കോഴിക്കാർപ്പുകളാണ് ഈ കട്ടിങ് ഇതൊക്കെ എല്ലാം കട്ട് ചെയ്ത് ഒക്കെ കളഞ്ഞു. എന്നും ഞങ്ങൾ ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ ചെടി പൊന്തി കിടക്കുന്നത് കോരി കളയായിരുന്നു. അതുകൊണ്ടാണ്, അല്ലാണ്ട് വളർച്ചയ്ക്ക് കുറവുണ്ടായിട്ടല്ല. പിന്നെ വലിയ മീനുകളെ ഇടാതിരുന്നാലേ പ്ലാന്റ്സ് പിടിച്ച് കിട്ടി വളരൂ. ഞാൻ 5 വർഷമായി ഇതുപോലത്തെ ടാങ്ക് ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. ഷാർക്ക്, ഗോൾഡ് ഫിഷ് പോലുള്ള മീനെ ഒഴിവാക്കുക. വിഡോടെട്ര, സ്പോർട്ട് ടെയിൽ, പ്ലാറ്റി, നിയോൺ ടെട്ര തുടങ്ങിയ മീനെ ഇടുക. നിയോൺ ടെട്രക്ക് ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം എന്തുകൊണ്ടാണെന്നറിയോ, അത് മറ്റേ നമ്മുടെ ഫിഷ് ഇതില്ലേ, മോട്ടറില്ലേ, അതിൻ്റെ ഉള്ളിൽ ഇത് വെച്ചിട്ടില്ലേ, എന്താ പറയുക, ഫിൽറ്ററിൻ്റെ മോട്ടർ വെള്ളം വലിച്ചെടുക്കണതിൽ ഇത് വലിച്ചെടുത്ത് പോവും. ഇത്തിരി ഈശല്ലുള്ളൂ. അത് ഇത്തിരി വലുതായി കിട്ടിയ, വലുതിനെ വാങ്ങിക്കാൻ കിട്ടിയ നല്ലതായിരുന്നു. നല്ല ഭംഗി അതിനെ ലൈറ്റ് അടിക്കുമ്പോൾ കാണാൻ. വലിയ വാള അതിലേക്ക് ഇടുന്ന് പോണത് കാണാനായിട്ട് നല്ല ഭംഗി. ഇവിടെ നിന്നൊക്കെ നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോഴേ നേരത്തൊക്കെ നോക്കുമ്പോൾ വാളനെ ഒഴിവാക്കി കളയാൻ പറ്റില്ല എന്തായാലും. അടുത്തത് കൽപ്പന നായർ. അജു ചേട്ടന് ആ ഫ്ലാറ്റുമായിട്ട് എന്തോ ബന്ധം, എപ്പോഴും അങ്ങോട്ട് നോക്കിയിരിക്കും. അക്വേറിയത്തിൽ ഇനി വെള്ളം എങ്ങനെ മാറ്റും? വെള്ളം പുറത്തേക്ക് പോകുന്ന പൈപ്പ് താഴെ ആയില്ലേ? നമ്മളത് ലാസ്റ്റ് അടിയിൽ ഇഷ്ടികം നിരത്തിയപ്പോൾ ആ പൈപ്പിന്റെ അവിടെ നിന്ന് കുറെ നീക്കിയിട്ട് വെക്കുന്ന കണ്ടില്ലേ? ഞങ്ങൾ ഇന്നും കൂടി വെള്ളം അതിന്റെ കുറച്ച് കളഞ്ഞതാ. ഒരു കുഴപ്പമില്ല വെള്ളം പോകാനായിട്ട്. ഫ്ലാറ്റിനായിട്ട് ബന്ധമൊന്നുമില്ല, നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ കാണണമെന്നുള്ളോ. അടുത്തത് ശോഭാ ദയാനന്ദ്. അജു, സരിത, ജഗ്ഗു, നിങ്ങൾ 3 പേരും ഒത്തൊരുമിച്ച് ചെയ്ത ഈ കഠിന പ്രയത്നം മനസ്സിൽ വളരെ സന്തോഷം തോന്നി. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ചതിന് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിച്ചു കൊള്ളട്ടെ. ഫിഷ് ടാങ്ക് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. സൂപ്പർ, താങ്ക് യു. അടുത്തത് സിജു. ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? ആ ഫ്ലാറ്റിന് അജുവിന് ഷെയർ ഉണ്ട്. കാരണം എല്ലാ വീഡിയോയിലും ഫ്ലാറ്റിനെ കുറിച്ച് പ്രൊമോഷൻ കൊടുക്കാറുണ്ട്. ഞാൻ എബ്രോഡാണ് വർക്ക് ചെയ്യുന്നത്. നാട്ടിൽ വരുമ്പോൾ കാണാൻ പറ്റുമോ? പുത്തൂർ എൻ്റെ ചേച്ചിയുടെ വീടുണ്ട്. ഒത്തിരി ഇഷ്ടം എല്ലാവരെയും. തീർച്ചയായും കാണാമല്ലോ. അതെ, ഫ്ലാറ്റുമായിട്ട് നമുക്കൊരു യാതൊരു ബന്ധമില്ല ചേട്ടാ. അതുകൊണ്ട് അതിലെ ഷെയറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എനിക്ക് ആ ഫ്ലാറ്റിൻ്റെ അവിടേക്ക് പോകണമെന്നുണ്ട്, അത് കാണിച്ചു തരണം. ഇത് എന്തുട്ടാ സംഗതി. ഇപ്പോൾ വൈറ്റ് വാഷ് അടിച്ചു തുടങ്ങിയെന്ന്. അപ്പോൾ ഇനി ഇതിലേണ്ട ഒരു ദിവസം അങ്ങോട്ട് പോയിട്ട് ഞാൻ ഫ്ലാറ്റ് കാണിച്ചു തരാം. ആര്യനാവോ എന്താണാവോ നമുക്കൊന്നും അറിയില്ല. അതിൻ്റെ ഉടമസ്ഥനോട് സംസാരിച്ചോണം. നിങ്ങൾക്ക് ഇത്രയധികം പരസ്യമാക്കി തരുന്നുണ്ട്, എനിക്ക് എന്തായാലും ഒരു ഫ്ലാറ്റ് ഇങ്ങോട്ട് തന്നോളാൻ പറയാം മതി എന്ന് പറയണം. അതല്ല, നമ്മൾ നമ്മുടെ ഇതില്ലേ, എന്താ പറയുക, ഈ മറയൂർ ശർക്കര നമ്മൾക്ക് 3-4 കൊല്ലമായില്ല, 3-5 കൊല്ലമായി തോന്നുന്നുണ്ട്. നമ്മൾ ശർക്കര ഇടുന്ന വീഡിയോയിലൊക്കെ ആ ശർക്കര ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം അത് കാണിക്കാറുണ്ട്. എന്നിട്ട് അതിൻ്റെ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. അവരമ്മയും 2 ആൺമക്കളാണ് അവർ കാന്തല്ലൂർ, അവർ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയിട്ട് തൊഴുത് പോണ വഴിക്ക് മഹിമ എന്നിട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഏതോ ബന്ധുക്കളാ സ്റ്റാഫ് ആരോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവരോട് ചോദിച്ചു എന്ന്, നമ്മളെ കൊണ്ട് പ്രൊമോഷൻ ചെയ്യിപ്പിക്കുന്നുണ്ടോന്ന്. അപ്പോഴാണ് അവർ ഈ അജൂസ് വേൾഡ് എന്ന് കേൾക്കണത് തന്നെ. പൈസ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കണമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് ആരും ഇങ്ങനെ പറയില്ല അത്ര ഇങ്ങനെ
പ്രൊമോട്ട് ചെയ്ത് കൊടുക്കില്ല എന്ന്, പൈസ വാങ്ങിയിട്ട് തന്നെ ചെയ്യുള്ളൂ എന്ന്. അപ്പോൾ അവരപ്പോഴാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടു നോക്കിയപ്പോൾ അവരെ കുറിച്ച് പറഞ്ഞിട്ടപ്പോൾ അവർക്കൊരു സന്തോഷമായി. അപ്പോൾ അവർ ഗുരുവായൂർക്ക് തൊഴാൻ വന്നതാണ്. എന്നിട്ട് പോണ വഴിക്ക് അവരിങ്ങോട്ട് വന്നു. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവർ അങ്ങോട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട്. അവർക്ക് അവിടെ അവരുടെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് വന്നോളൂ. അത്രയും ഇതായിട്ട് കരിമ്പിൻ ജ്യൂസ്, കരിമ്പിന്റെ കൃഷിയും ആ കരിമ്പ് അവിടെ നിന്ന് കൊണ്ടുവരുന്നതും ജ്യൂസ് എടുക്കുന്നതും അതിൽ നിന്ന് ശർക്കര എടുക്കണ പ്രോസസ്സുകൾ എല്ലാം നിങ്ങൾക്ക് വീഡിയോ എടുക്കാം, വരാൻ എന്ന പോലെ നമ്മുടെ ഈ ഫ്ലാറ്റിന്റെ ആൾക്കും വിളിച്ചിട്ട് ഒരു ഫ്ലാറ്റ് തരാൻ തോന്നിയാലോ അല്ലേ. അങ്ങനെ അടുത്തത് മീന സതീഷ്. ആദ്യം കുറച്ച് ബോറടിച്ചു, പക്ഷെ ഒടുവിൽ അക്വേറിയത്തിൻ്റെ ഭംഗി കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു, അതിമനോഹരം. അത് ശരിയാ, ആ വീഡിയോ അത്രയ്ക്ക് അങ്ങോട്ട് രസകരമായിരുന്നില്ല. പിന്നെ ചേട്ടന് തമാശ ഒന്നും പറയാനുള്ളൊരു മാനസികാവസ്ഥയായിരുന്നില്ല. പണിയെടുത്ത് നടുവൊക്കെ കഴച്ചൊരു പരുവായി ചേട്ടൻ. ഞങ്ങൾക്കായാലും ആ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഇങ്ങനെ അത് കാണുമ്പോഴേ അത്രയ്ക്കും കൂടെ ഒരു നമ്മുടെ സാധാരണ നമ്മുടെ വീഡിയോകൾ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പോവില്ല, അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് അത് തോന്നിയില്ല. ശരിയാ. അടുത്തത് ഗീതാ സന്തോഷ്. ജഗ്ഗുമോൻ അച്ഛനെയും അമ്മയെയും സഹായിക്കാൻ വളർന്നല്ലോ, മിടുക്കൻ. 3 പേരും കൂടി നന്നായി പണിയെടുത്തു. രാത്രി ആയപ്പോഴേക്കും അക്വേറിയം ഒരു ബ്യൂട്ടി ആയല്ലോ. ലവ് യു ഡിയേഴ്സ്. നേരത്താണ് അത് കാണാൻ ഏറ്റവും ഭംഗിയിട്ട്. നമ്മൾ പകല് കാണുന്ന പോലെയല്ല വൈകുന്നേരത്തെ ഇത്. എല്ലാ ലൈറ്റും കെടുത്തിട്ട് അവിടേക്ക് ഒരു നോട്ടം നോക്കി കഴിഞ്ഞില്ലേ, കാണാൻ നല്ല ഭംഗിയാണ്. വാളകളൊക്കെ അതിൽ കിടന്നിങ്ങേണ്ട വളരെ വലിപ്പല്ലേ ഈ ഫിഷ് ടാങ്ക്, ഭയങ്കര വലിപ്പല്ലേ, ഭയങ്കര രസമാണ്. പിന്നെ ജഗ്ഗുമോൻ അച്ഛനെയും അമ്മയും സഹായിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വിളിച്ച് വരുത്തണം. അല്ലാണ്ട് അവനെ കണ്ടറിഞ്ഞ് നമ്മളെന്തെങ്കിലും പണി ചെയ്യുമ്പോൾ വന്ന് നമ്മുടെ ഒപ്പം നിന്ന് സഹായിക്കല്ലോ. കുഞ്ഞീതിൽ ചെയ്ത് തുടങ്ങുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ, കുഞ്ഞീതായിരുന്ന സമയത്ത് ഒക്കെ ചേട്ടൻ്റെ ഒപ്പം അതിനൊരു കുഞ്ഞ് കൈക്കോട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവൻ കളച്ചു കൊടുന്നു. ഞാൻ അടിച്ചു വാരാൻ കണ്ടു കഴിഞ്ഞാൽ അടിച്ചു വാരി കുറ്റിയായിട്ടുള്ളൊരു ചൂല് അതും കൊണ്ട് എൻ്റെ കൂടെ അടിച്ചു വാരാനൊക്കെ വന്നു കൊടുന്നു ആൾ. പക്ഷേ വലുതായപ്പോഴൊന്നും അങ്ങനെ ഇല്ല. നമ്മുടെ മോനാച്ചിട്ട് വെറുതെ വലിയ പൊക്കി അടിച്ചിട്ടൊരു കാര്യമില്ലല്ലോ, ഉള്ള കാര്യം പറയാമല്ലോ. വിളിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്ന് ഒരിക്കലും പറയില്ല. അതെന്ത് കാര്യവും ഞാൻ ചെയ്യില്ല അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അനുസരണയില്ലായ്മ കാണിക്കുക, അല്ലെങ്കിൽ നമ്മളോട് തർക്കുത്തരം പറയുക, അത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ കളിക്കായാലും ടി വി കണ്ടിരിക്കായാലും യൂട്യൂബിൽ വല്ലതൊക്കെ കണ്ടിരിക്കായാലും ഒക്കെ അതൊക്കെ നിർത്തി വെച്ചിട്ട് നമ്മുടെ കൂടെ വരും. അത് പഠിക്കാതിരിക്കുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ വിളിക്കാൻ തന്നെ വരും. അങ്ങനെ. പിന്നെ ബ്ലാസ്റ്റർ. യൂണിയൻകാരുടെ മാതൃകാ നേതാവ് ഇന്ന് അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട് പാവം. ഇന്ന് നോക്കുകൂലി പോരാ, പണിക്കൂലി തന്നെ കൊടുക്കണം. സിൽക്കേ നേതാവെ ധീരതയോടെ നയിച്ചോളൂ. എന്നെയാണ് പറയണേ. അതായത് ഞാനിതുവരെ പണിയൊന്നും എടുക്കാണ്ട് നോക്കുകൂലി മാത്രം വാങ്ങിച്ചോടനെ ഇന്നത്തെ ആ വീഡിയോയിൽ ഞാൻ കുറച്ച് പണിയെടുത്തിട്ടുണ്ട് എന്നാണ് പറയണേ. അപ്പോൾ അത് ആ മിസ്റ്റർ ബ്ലാസ്റ്ററിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് താങ്കൾ എന്നെ സിൽക്ക് എന്ന് അഭിസംബോധന ചെയ്യുന്നത്? എൻ്റെ വസ്ത്രധാരണം കണ്ടിട്ടാണോ, അതോ എൻ്റെ പെരുമാറ്റത്തിൽ വല്ല മാദകത്വം ഈ സിൽക്ക് സ്മിത എന്നൊക്കെ വിളിക്കണമെങ്കിൽ അങ്ങനെ ആവണമല്ലോ, അങ്ങനെ വല്ലതും തോന്നിയിട്ടാണോ, എൻ്റെ സംസാരത്തിൽ നിന്നാണോ, എന്തുകൊണ്ട് അങ്ങനെ തോന്നി എന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. എനിക്കത് എങ്ങനെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവണില്ല അല്ലേ. അപ്പം അതിൻ്റെ കാരണം എന്ത് തന്നെയും ബോധിപ്പിക്കണം കേട്ടോ. അടുത്തത് വിനോദിനി KP. ഹായ്, അക്വേറിയം സൂപ്പർ. എല്ലാ ജോലിയിലും അച്ഛനെയും അമ്മയും സഹായിക്കുന്ന ജഗ്ഗുമോന് ആദ്യം ഒന്ന് അഭിനന്ദനം അറിയിക്കട്ടെ. അച്ഛനമ്മയും ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കണ്ടു വളരുന്ന മകൻ ഭാവിയിൽ നല്ലൊരു കുടുംബജീവിതം നയിക്കും. അച്ഛൻ നടുവേദന എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞില്ലേ. അക്വേറിയം സൂപ്പർ. അജു ഇന്ന് കൊത്തലും മാന്തലും എല്ലാം നിർത്തിവെച്ചോ? എല്ലാ ദിവസവും ഒരു പണി തന്നെ ചെയ്താൽ ശരിയാവില്ലല്ലോ അല്ലേ? അല്ല, അത് കുറേ നാളായി ഞങ്ങൾ അതങ്ങനെ വിചാരിക്കുന്നത് ശരിയാക്കി വെക്കണം. പിന്നെ കൈയോടെ ശരിയാക്കി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അടിയിൽ ഇഷ്ടിക വിരിച്ചാലും കുഴപ്പമില്ല. ഇപ്പോൾ ആരോ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടിക കുറച്ചാൾ കഴിഞ്ഞാൽ അലിയുന്നു. അങ്ങനെയൊന്നുമില്ല. ഇഷ്ടിക കൊണ്ട് നമ്മൾ കിണറിൻ്റെ അടി തൊട്ടിട്ട് കെട്ടി വരുന്നത് കണ്ടിട്ടില്ലേ? മറ്റേ വലിയേട്ടൻ്റെ ഒക്കെ വീട് അടിയിൽ നിന്ന് ഇഷ്ടിക കെട്ടി വെച്ചിട്ടുള്ളത്. റിങ് ഉണ്ടാക്കിയേക്കണത്. റിങ് വാർത്തേക്കല്ല, ഇഷ്ടിക കൊണ്ടാണ് കെട്ടിയേക്കണേ. അത് എത്ര വർഷങ്ങളായ വെള്ളത്തിലാണ് അത് നിൽക്കണേ. 10-30 കൊല്ലമായില്ലേ, എന്നിട്ട് ഒരു കുഴപ്പമില്ല. ഇഷ്ടിക വെള്ളത്തിൽ അലിയുന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ് കേട്ടോ. പിന്നെ ശരിക്ക് വേവാത്ത ഇഷ്ടികയാണെങ്കിൽ അലിയും. നല്ല ഇഷ്ടിക, ചൂള ഇഷ്ടിക, നല്ല ഇഷ്ടികയില്ലേ, വെന്ത ഇഷ്ടിക, അതിനൊന്നും പറ്റില്ല. ഇപ്പം നമ്മളെങ്ങനെയായാലും അത് കുറച്ച് നാൾ കഴിഞ്ഞാൽ അടി എന്താ പറയുക, കോൺക്രീറ്റ് ചെയ്യണം. കോൺക്രീറ്റ് ചെയ്ത് എടുത്തിട്ട്
കൊടകര വീട് അവിടേക്ക് പോയേല് പ്രത്യേകിച്ച് ഇങ്ങനെ കമൻസ് എന്ന് പറയാം, അത് നല്ല വീട്. പുഴയര സൈഡിലുള്ള വീടുകൾക്ക് ആദ്യം നല്ല ഡിമാൻഡ് ആയിരുന്നു. പ്രളയം തന്നെ പ്രളയം വന്നതിന് ശേഷം അതിനൊക്കെ ഡിമാൻഡ് പോയി. നമുക്കും അതൊക്കെ ഒരു ആഗ്രഹമായിരുന്നു. അവരുടെയൊക്കെ ഭാഗ്യം. പുഴയുടെ തീരത്തുള്ള വീടുകൾ കണ്ടറിയാം. പുഴയിലേക്ക് സ്റ്റെപ്പൊക്കെ ഇട്ട് മറ്റേ അയ്യോ ആ സിനിമയുടെ പേര് കേട്ടാ, ഒരു മിന്നാമിനുങ്ങിന്റെ തുറങ്ങുവേട്ടെന്ന് ആ സിനിമയുടെ പേര്. ആ അതില് പുഴയിലേക്ക് സ്റ്റെപ്പൊക്കെ ഇറങ്ങണ വീട് ഇല്ലേ? അതൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു 2018 വരെ. പിന്നെയാണ് ഇപ്പൊ മനസ്സിലായത് നെടുമുടിയുടെ ഒരു സിനിമയില്ലേ, ഗീതന് ഇഷ്ടമായിട്ട് നെടുമുടി കല്യാണം കഴിക്കാൻ ജയറാമൊക്കെ നല്ല രസമുള്ള പടം. എന്നിട്ട് നെടുമുടി നാട് വിട്ട് പോണൊക്കെ അതിലത്തെ വീട് അതുപോലെ തന്നെയാണ്, പുഴയിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇട്ട് കുറെ വീടുകളുണ്ട്. അത് അങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രസം തോന്നും കാണാനായിട്ട്. പക്ഷെ പ്രളയം വന്നോടുകൂടി ഡിമാൻഡ് പോയി. അപ്പോൾ അതിലൊരു കമൻറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല. അനുപമ ഗിരീഷ്, സരിത കാറിൻ്റെ മുൻ സീറ്റിലിരുന്നത് ശരിയല്ല, ഗസ്റ്റിനെ മുൻ സീറ്റിലിരുത്തണമായിരുന്നു. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സരിത ചെയ്ത് തെറ്റായിപ്പോയി എന്ന് എനിക്ക് തോന്നി. ആർക്കെങ്കിലും തോന്നിയവരുണ്ടോ? അതാണ് ചോദ്യം. അതിൽ 34 ലൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 34 പേര് അതിനെ അനുകൂലിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അടിയിൽ കുറേ കമൻസ് വന്നവരൊക്കെ എന്നെ അനുകൂലിച്ചിട്ടാ. കാരണം ബാക്കിൽ ദിനേശന് ഇരുന്നതിനാണ് എല്ലാവർക്കും വിഷമം. ദിനേശനും ക്യാമറ ചെയ്യണം നിതിനും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ബാക്കിലിരുന്നു, ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ടിലിരുന്നു. അതിനൊരു കുഴപ്പം അല്ലേ? ചില സമയങ്ങളിൽ നമ്മൾ പ്രേമേട്ടന് കൂടിയിട്ടൊക്കെ പോകാറുണ്ട്. പിന്നെ ഇന്നാൾ നമ്മൾ എവിടേക്ക് പോയേ അതുപോലെ. അപ്പോൾ പ്രേമേട്ടനൊക്കെ വരാറുണ്ട്. ആ സമയത്ത് പ്രേമേട്ടനും ചേട്ടനെ ഫ്രണ്ടിലിരിക്കും, ഞാൻ പിന്നിലിരിക്കും. ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഇതിനൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർ ബാക്കിലിരുന്നോളും. പിന്നെ അതുപോലെ നമ്മൾ നമ്മുടെ പ്രശാന്തിൻ്റെ പെണ്ണിൻ്റെ വയറ് കാണലിന് പോയപ്പോൾ ചേട്ടനും രാജേഷല്ലേ ഫ്രണ്ടിലിരുന്നു, ഞാനും ജഗ്ഗും പിന്നെ ആരുണ്ടായിരുന്നേ, ഞങ്ങൾ 3 പേരും കൂടെ ബാക്കിലിരുന്നു. ചേച്ചി അല്ല ഞാനും ജഗ്ഗുവിനെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും ജഗ്ഗും ബാക്കിലിരുന്നു, ചേട്ടനും രാജേഷും ഫ്രണ്ടിൽ. അപ്പോൾ നമുക്കറിയാം ഫ്രണ്ടിൽ ഇരുത്തേണ്ട സമയങ്ങളിൽ അവരെ ഇരുത്താനും എനിക്ക് ബാക്കിലിരിക്കേണ്ട. അല്ലാണ്ട് എനിക്ക് എപ്പോഴും ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്ന് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് അങ്ങനെ ചെയ്തതല്ല. അടുത്ത ടെസ്ലാമ ഹീറോ, സരിതേ ഒരു പച്ചക്കറികളും അരിഞ്ഞിട്ട് കഴുകരുത്, പ്രത്യേകിച്ച് സ്വന്തം പറമ്പിൽ നിന്ന് പറിക്കുന്നതാകുമ്പോൾ. അത് നമ്മൾ ആ പടവലങ്ങ മുറിച്ചിട്ട് പടവലങ്ങയും ചെമ്മീനും വെച്ചില്ലേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പടവലങ്ങ മുറിച്ചിട്ട് അതിൻ്റെ പുറത്തത്തെ മൊരി കളഞ്ഞിട്ട് കഴുകേണ്ടതായിരുന്നു. എന്നിട്ടായിരുന്നു അരിയേണ്ടിയിരുന്നത്. ഞാനത് മറന്നു. ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന സാധനമല്ലേ നമ്മൾ. അതേസമയം മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച സാധനമാണെങ്കിൽ ആദ്യം തന്നെ കഴുകും. ഈ പയറൊക്കെ വാങ്ങിക്കില്ലേ, പച്ചപ്പയർ, അതൊക്കെ ബക്കറ്റിലിട്ടിട്ട് കഴുകും. എന്നിട്ടാ നന്നാക്കാൻ തുടങ്ങുള്ളൂ പരത്തിട്ടിട്ട്. പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടായ പച്ചക്കറികളാണെങ്കിലും നമ്മൾ കഴുകണം. കാരണം ഈ പുഴുക്കളും മറ്റേ മണ്ണും പൊടിയൊക്കെ ഉണ്ടാവാലോ. പൊടി മാത്രല്ല മറ്റേ ഏത് ചൊറിയമ്പുഴു തൊങ്ങായിട്ട് അവരിത് മുടക്കി കിടന്ന് നടന്നിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയും ഇതിന്റെ രോമങ്ങളൊക്കെ ഉണ്ടാവേ, മനസ്സിലായി? അപ്പൊ നമ്മള് വെറുതെ ഒന്ന് കഴുകണം തന്നെയല്ലേ നമ്മുടെ വീട്ടിലുള്ളത്. വിഷമില്ല അത് തന്നെയാണ്. പക്ഷെ അവിടെ നിന്ന് നിൽക്കുന്ന പൊട്ടിച്ചു കൊണ്ടുവന്നതായ കാരണം എനിക്കിതുമ്മേ ഒരു പുഴുവും അതെല്ലാം സൗണ്ട് ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ശബ്ദം വീണ്ടും. അപ്പം അത് ആലോചിച്ചില്ല. അരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്നത് കഴുകിയില്ലല്ലോ എന്ന്. അപ്പോഴാണത് കഴുകിയത്. അത് ശരി തന്നെയാണ്, അരിഞ്ഞിട്ട് കഴുകരുത്, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലാവുമ്പോൾ പോഷകങ്ങളൊക്കെ പോയിൻ്റെ. അടുത്ത് രാസി ലുലു, ഞാൻ നിങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് ആവേശം കൂടാറുണ്ട്. നാട്ടിലുള്ളപ്പോൾ കൃഷി ചെയ്യും, കൃഷി ഇഷ്ടം, നിങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് ഇഷ്ടം. കുറേ പേര് പറയുന്നുണ്ട് അങ്ങനെ. നമ്മൾ ഇപ്പം ഈ പറമ്പിൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴേ കുറേ പേർക്ക് ഇൻട്രസ്റ്റ് തോന്നിട്ട് അവരൊക്കെ ചെയ്യാൻ തുടങ്ങി. പെട്ടെന്നാണല്ലോ ഇപ്പോൾ നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ കാണുന്നത്. അപ്പോൾ വളരെ അടുക്കള തോട്ടം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അധികം നാൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഒരു ദീർഘകാല ഒരു കൃഷിയല്ലല്ലോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു 1.5 മാസം ആകുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ പല റിസൾട്ട് കിട്ടി തുടങ്ങും. പശുക്കളെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പശുക്കുട്ടീനെ വാങ്ങിച്ച് അതിനെ വളർത്തി വലുതാക്കി അതിന് ചേന പിടിച്ച് അത് പെറ്റ് പാലൊക്കെ ഉണ്ടെങ്കിൽ നാൾ കുറേ പിടിക്കില്ല. അത് നേരിട്ട് പിന്നെ ഒരു പശുവിനെ നമ്മൾ വാങ്ങിക്കണം. അപ്പോൾ പല ഇതിനും ഇതാണ്. പച്ചക്കറി അടുക്കള തോട്ടം നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോ, ഒരു പ്രത്യേക ഉഷാർ തന്നെയാണ് നമുക്ക് കിട്ടാട്ടെ. അടുത്തത് ആളെന്നെ ഈ രാസിലുലു തന്നെ പറഞ്ഞിട്ടുണ്ട്, പച്ചക്കറി പന്തൽ സൂപ്പർ, വീട്ടിൽ മണ്ണിൽ ഉറപ്പിച്ചതാണ്,
വീട്ടിലുള്ളത്, ആളുടെ വീട്ടിലുള്ളത്. ഇത് സൂപ്പറായി, എവിടേക്ക് എടുത്ത് മാറ്റാം, എത്ര രൂപയായി എന്ന് പറയണം, ഞങ്ങൾക്ക് പണിയാനാണ്. ഈ വീഡിയോയിൽ വന്നേക്കണ ഒരുമാതിരി എല്ലാ കമൻറ്റും ഇതിന് എന്ത് ചിലവ് വന്നു, ഇതിൻ്റെ നീളവും വീതിയൊക്കെ ചോദിച്ചിട്ടാണ്. എറണാകുളത്തുനിന്ന് വിളിച്ചു ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് എത്ര പേരെ വിളിച്ചെന്നറിയോ ആളുകൾക്ക് ഈ പച്ചക്കറി പന്തൽ വേണമെന്ന് പറഞ്ഞിട്ട്. ഇതിന് നിസ്സാരമായി ചിലവുള്ളോ, ഒരെണ്ണം വേണമെങ്കിൽ ഒരു 7 കിലോ തൂക്കണ്ടാവും വേണമെങ്കിൽ. അതെ, ഒരു കാര്യം ചെയ്യാട്ടാ, അത് ഞങ്ങൾക്ക് അറിയില്ല, ഞാൻ പറഞ്ഞില്ലേ കുറേ സാധനങ്ങൾ വാങ്ങിച്ചത് നമ്മൾ ബാക്കിൽ എന്താ പറയുക വേലിക്കും വാങ്ങിച്ചല്ലോ. നമുക്ക് പറക്കാൻ മുന്തിരിത്തോപ്പിന്റെ വേലിയൊക്കെ കിട്ടിയില്ലേ, അതിന്റെ എല്ലാത്തിനും കൂടി മെറ്റീരിയൽ ഒരുമിച്ചെടുത്തോണ്ട് നമുക്ക് കൃത്യമായ ഒരു കണക്ക് പറയാൻ പറ്റില്ല. ഇത് തന്നെ അളന്ന് അതിന്റെ എത്രയാ, അതിന്റെ അടി നീളവും ഇതൊക്കെ സുമേഷ് പണിക്കൂലി അടക്കം സുമേഷ് പറഞ്ഞുതരും. ഏറ്റവും നല്ലത് എന്താണെന്നറിയോ, നിങ്ങൾ തൊട്ടടുത്ത് വല്ല ഈ ബിൽഡിങ്ങിന്റെ വർക്ക് ഷോപ്പ് ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സിമ്പിളായിട്ട് ഉണ്ടാക്കി തരും. അപ്പൊ നമുക്ക് മെറ്റീരിയൽ വാങ്ങിക്കേണ്ട ഒന്നും വാങ്ങിക്കേണ്ട, അവരിതാണ്ട് ആക്കി അവരുടെ കൂലിയും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മളെ ഇപ്പോൾ നമ്മളവിടെ പറമ്പില് നീളം വീതിയൊക്കെ എങ്ങനെ വേണമെങ്കിലും ആക്കാമല്ലോ നമുക്ക്. ഇപ്പൊ നമ്മുടെ പറമ്പിൽ ഇത്തിരി കൂടുതൽ നീളത്തിലാണ്ട് ഒറ്റടിക്കാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ആക്കാം. അതെ, സ്ഥലത്തിന് വീതി കുറവാണെങ്കിൽ അതിനനുസരിച്ച് വീതി കുറച്ച് നീളത്തിലുള്ള പന്തലുണ്ടാക്കാലോ, അങ്ങനെ ചെയ്താൽ മതി. കുറെ പേര് അങ്ങനത്തെ കമന്റ് ഇട്ടുണ്ട് കേട്ടാ. ഇത്രയ്ക്കധികം പേർക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് നമുക്ക് വിളിക്കുമ്പോഴും പിന്നെ ഇതിലത്തെ കമൻറ്റ് കാണുമ്പോഴാണ്. എല്ലാവർക്കും ആവശ്യക്കാരാണ് പച്ചക്കറിയുടെ, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടല്ലോ വീട്ടിൽ കുറച്ച് പച്ചക്കറി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഒരു പ്രശ്നം തന്നെയാണ്, ഇപ്പൊ അധിക സ്ഥലമില്ലാത്തവർക്കും പന്തലിനുള്ള കാലം അന്വേഷിച്ചു പോകണം, അതിന്റെ മുകളിലേക്കുള്ള സാധനങ്ങൾ വേണം, ഒക്കെ വേണം. എന്നിട്ടാണെങ്കിലോ ഇത് കുറച്ച് ഒരു മഴ പെയ്ത് ഇത് കഴിയുമ്പോൾ ഇത് ദ്രവിച്ച് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയും ചെയ്യും. അപ്പൊ പിന്നെ വേറെ ഉണ്ടാക്കണം. അപ്പോൾ ഇതിന് ഒരു ശാശ്വതമായൊരു പരിഹാരമാണ് ഈ സാധനം. ഇതൊക്കെ പെയിന്റ് അടിച്ച് ശരിക്കും കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ അത് കാലാകാലം മതി. ഷാനി കുരുവിള, യു ആർ മൈ ഇൻസ്പിരേഷൻ ബ്രോ. നെവർ ഇമാജിൻഡ് ഇൻ USA I can plant, but I did seeing your videos. Thanks bro. I really want to meet you all when I come to India. All your videos are beautiful. My whole family wait and watch. Congratulations. ആൾ ഒരിക്കലും അമേരിക്കയിൽ കൃഷി ചെയ്യണതിനെ കുറിച്ചിട്ട് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു. നമ്മളാണ് ഇൻസ്പിറേഷൻ ആൾ ചെയ്യാൻ തുടങ്ങിയതിൻ്റെ. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ നമ്മളെ കാണണം എന്ന് പറഞ്ഞു. തീർച്ചയായും കാണാം. അതിപ്പോൾ പുഷ്കലാൻഡിയൊക്കെ അവിടെ കൃഷി ചെയ്യുന്നുണ്ടല്ലേ, മറ്റേ പുഷ്കലാൻഡി നമ്മളെ കണ്ടിട്ടല്ല, ആൾക്ക് പണ്ടേ കൃഷി ഭയങ്കര ഇഷ്ടമാണ്. ആൾ ചെയ്തിട്ട് വലിയ എന്തോരം കുമ്പളങ്ങി സാധനങ്ങളാണെന്നറിയും ഉണ്ടാവുക. അവർക്ക് ഒരു വർഷത്തേക്കുള്ളത് ഉണ്ടാവും. ആകെപ്പാടെ കുറച്ച് നാളല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. വിൻ്റർ വന്നാൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം നശിച്ചു പോവുമല്ലോ. അപ്പം ആ മഞ്ഞുകാലം മുഴുവൻ ജീവിക്കാനുള്ള സാധനം ഈ പച്ചക്കറികൾ കിട്ടും. അവിടെയാണെങ്കിൽ ഒരു കേടില്ല. വിദേശങ്ങളിൽ യൂറോപ്യൻ നാടുകളിലായാലും അമേരിക്കയിലായാലും കീടങ്ങളും ഇല്ല, കേടും ഇല്ല, പിന്നെ നല്ല മണ്ണും. അപ്പോൾ ഒക്കെ സൂപ്പറായിട്ടുണ്ടാവും. ഉണ്ടായി നിൽക്കണതിൻ്റെ വീഡിയോസ് തന്നെ അയച്ചു തരും, കാണാൻ എന്ത് രസമാണെന്നറിയോ. ഇവിടെ എന്ന് പറഞ്ഞാൽ നിറയെ കേട് വരും. അത് കാലാവസ്ഥയിലേ ആവാം, അവിടുത്തെ കാലാവസ്ഥയിൽ കീടങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. അടുത്തത് അനീഷ MS, ചേച്ചി കറി ഉണ്ടാക്കുന്ന കണ്ടിട്ട് അപ്പം തന്നെ കടയിൽ പോയി പടവലങ്ങനും ഉണക്ക ചെമ്മീനും വാങ്ങിച്ചു ഉണ്ടാക്കി കഴിച്ചപ്പോഴാണ് അതിൻ്റെ ഒരു സുഖം കിട്ടിയത്. കുറേ കഴിച്ചു, അടിപൊളി രുചി. ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണോ എന്ന് സംശയിച്ചു. എനിക്ക് ഈ എന്താ പറയുക, ഞാൻ എന്നിട്ട് ചേട്ടനോട് ഇപ്പം ഇന്നലെ ചോദിക്കുക, എനിക്കത് ഓർമ്മ വന്നു ആ കൂട്ടാൻ. അപ്പം എനിക്ക് വായിൽ വെള്ളം വന്നു. ഇനി ഉണ്ടാ ബാക്കിന്ന് അടുത്തത് സതീദേവി, ഹായ് അജു, സരിത, ജഗു. പച്ചക്കറി പടർത്താൻ ഉള്ള സ്റ്റാൻഡ് കൊള്ളാം. സരിത പറഞ്ഞത് മാതിരി ചെടികളുടെ ഈ പ്രായത്തിൽ വളം ഇത്തിരി കൂടി പോയോ എന്നൊരു സംശയം. സരിത ശരിയാണ്, ഞാനും 2-3 ടൈംസ് റിവൈൻഡ് അടിച്ചു നോക്കി. സരിത പടവലങ്ങയുടെ കൂടെ ചെമ്മീൻ ഇട്ടോ എന്ന്. പിന്നെ കണ്ടു സരിത ഉള്ളി കാച്ചിയപ്പോഴാണ് ചെമ്മീൻ ഇട്ടത് എന്ന്. കറി ലുക്സ് യമ്മി, ഒരുപാട് ഇഷ്ടം. അത് ശരി, ലാസ്റ്റാണല്ലോ ഇടണേ പടവലങ്ങയും ചെമ്മീൻ കറി എന്ന് പറഞ്ഞിട്ട് ചെമ്മീൻ ഇടുന്നത് കാണുന്നില്ലല്ലോ എന്ന് പലരും. ഇനിയിപ്പോൾ എങ്ങാനും നമ്മൾ അറിയാണ്ട് മിസ്സായതാണോ വെച്ചിട്ട് ഈ ചേച്ചി റിവൈൻഡ് 2-3 പ്രാവശ്യം റിവൈൻഡ് അടിച്ച് നോക്കി, ലാസ്റ്റാണ് ഇട്ടത്. വളം കൂടുതൽ പറഞ്ഞാലൊന്നും ചേട്ടൻ കേൾക്കില്ലേ. കോഴിക്കാട്ടൊക്കെയാണ് അത് ചൂടെടുത്ത ചെടികളൊക്കെ തിരിച്ചിട്ട് കൊടുത്താൽ മതിയല്ലോ, അവർക്ക് ആവശ്യത്തിന് കൊടുത്താൽ പോരെ. ചേട്ടാ കുറേ പുഴുക്കൾ ഇങ്ങനെ ഇറങ്ങണ്ടല്ലോ. ഞാൻ ഈ മണ്ണില് കൂടുതൽ വളമായിക്കോട്ടെ ഇപ്പൊ മുത്തേ സുന്ദരി, നമ്മുടെ കാമർ ചേച്ചിയല്ലേ പാവം.
അതെ നമ്മള് ഈ വളം കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതിൽ അധികം വിളവ് കിട്ടിയിരിക്കും കുഴപ്പമില്ല, ആ മണ്ണിൽ കുറെ വളമായി മാറുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കൂടിയിട്ടാണ്. അടുത്ത പ്രാവശ്യം നടുമ്പോ വീണ്ടും ഇത്തിരി ഇട്ട് കൊടുത്താ പോരെ. ശരി, അങ്ങനെ ഇപ്പൊ ഉള്ളത് അടുത്തേന് കിട്ടുന്നിട്ട് ഇപ്പളേ ഉള്ളതൊക്കെ കരിച്ചു കളയണം. മനസ്സിലാവണില്ല ചേട്ടൻ്റെ ഒരു സൂക്കേട്. അടുത്തത് അബ്ദുൾ മജീദ് അറക്കൽ. പച്ചക്കറി സ്റ്റാൻഡ് ഫിക്സ് ചെയ്യുന്നതിന് മുൻപ് കാലിനടിയിൽ പ്ലാസ്റ്റിക് കവർ ഇട്ടാൽ തുരുമ്പ് പിടിക്കില്ല, പരീക്ഷിച്ച് നോക്കാം. നല്ല കാര്യം ചെയ്യണം ഞങ്ങൾക്ക്. അപ്പോൾ ഇത് ഇങ്ങനത്തെയും കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ തോന്നിയത് ശരിയത്, മണ്ണിൽ ഇരിക്കുന്ന ഭാഗത്തുനിന്ന് തുരുമ്പ് കയറാം. അപ്പോൾ പ്ലാസ്റ്റിക് കുറകൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് കെട്ടുക, അങ്ങനെ ചെയ്തിട്ട് മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ. ഭയങ്കര ആളുകൾക്ക് ഭയങ്കര ഉപകാരമുള്ളൊരു വീഡിയോ ആണത് എന്നുള്ള കാര്യം മനസ്സിലായി ഇങ്ങനത്തെ കമന്റുകളൊക്കെ കേൾക്കുമ്പോൾ. അടുത്തത് രാഗി സജി. വീടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന നേരത്ത് നല്ലൊരു വൈബായിരുന്നു, ഒരു പ്രത്യേക വെളിച്ചം. പിന്നെ അജുചേട്ടൻ കുളിച്ച് കുട്ടപ്പനായിരിക്കുന്ന കൂടിയായപ്പോൾ ഡബിൾ വൈബ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇവിടെ വന്നിരുന്നല്ലോ, എല്ലാം കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു നമ്മളങ്ങനെ സിറ്റ് ഔട്ടിൽ നിന്ന് ടേസ്റ്റ് നോക്കണ വീഡിയോ എടുത്തിട്ട്. അടുത്ത ടെറി ജോസഫ്. അപ്പോൾ അതിനൊരു പരിഹാരമായി സൂപ്പർ ഐഡിയ. സുമേഷിനിരിക്കട്ടെ ഒരു കൊലപ്പഴം. ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറയുന്നത് ഇതാണ്. ഞങ്ങൾ ഗൾഫിലുള്ളവർക്കാണ് ഇതുകൊണ്ട് കൂടുതൽ ഉപകാരം. സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ഇത് ഒരു വലിയ ഉപകാരമായി. ഭാവിയിൽ വെയിറ്റ് കൂടുതൽ വരുമെന്നുള്ളത് കൊണ്ട് താഴേക്ക് തൂങ്ങി വരും. കുറച്ച് ഹൈറ്റ് കൂടി കൂട്ടിയാൽ അതിനും ഒരു വഴിയായി. അയ്യോ, ഹൈറ്റ് ഇതുപോലെ ഹൈറ്റ് 6 അടി ഹൈറ്റ് ഉണ്ടല്ലോ, അത് മതി, കൂട്ടണ്ട. പിന്നെ അയൽവക്കക്കാരുടെ കുത്തുവാക്ക് കേൾക്കാതെ ഒത്തു. എന്നാലും നമ്മുടെ ഇവിടെ വെള്ളരിക്ക, പയർ എന്നിവ കിടക്കുന്നത് കണ്ട് കുശുമ്പ് പറയുന്നവരും ഉണ്ട്. അവരെ നിർത്താൻ പറ്റില്ല ഒരിക്കലും. പറഞ്ഞു. അല്ല, ഇത് ഈ പന്തല് നമുക്ക് ഇപ്പൊ ഊരിട്ട് മാറ്റി നമുക്ക് ഒതുക്കി ഒരു സ്ഥലത്ത് വേണമെങ്കിൽ വെക്കാം, കുഴപ്പമില്ല. അങ്ങനത്തെ കൃഷി ചെയ്യാത്ത ടൈമിലാണെങ്കിൽ ചാരി ഒതുക്കി വെക്കാം. ഈ 4 കാല് ഊരിട്ട് മാറ്റി ഒതുക്കി വെക്കാം, കെട്ടി വെക്കാം. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്, ഗുണമുണ്ട്. സന്ധ്യ ബിജു. അത്തപ്പൂ ചെറുതാണെങ്കിലും സൂപ്പർ. ബാക്കി പടവലങ്ങ തോരൻ വെക്കായിരുന്നില്ല, വെച്ചു. അതന്ന് ഉച്ച തിരിഞ്ഞപ്പോ ചേട്ടൻ ഉപ്പുപൊടിയും ചൂഞ്ഞാമുളകും പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് പിടച്ചു. ഭയങ്കര ടേസ്റ്റ് സാധനം, ചാറൊക്കെ മോന്തി കുടിക്കാം. ഞാനും ജഗ്ഗൊക്കെ കഴിച്ചത് നല്ലോണം, വയറിനും അടിപൊളി. അത് വൈകുന്നേരം കഴിക്കണം, സൂപ്പർ. അത് നമ്മുടെ ശ്രീദേവി ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളത്. അത് നമുക്ക് അപ്പന്നെ വേണമെങ്കിൽ അവിടെ വെച്ചുണ്ടാക്കായിരുന്നു അല്ലേ. അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉപ്പിട്ടിട്ട് കാന്താരി മുളക് ചതച്ചുവിട്ടിട്ട് അടുപ്പത്ത് വെച്ചു. വെന്ത് കഴിഞ്ഞപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കഴിക്കാം. സവാള ഒക്കെ ചേർത്ത് വെക്കാൻ അടിപൊളിയാണ്. കൃഷി ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കും ചെയ്യാൻ തോന്നുന്നു. പക്ഷെ ഉള്ള സ്ഥലം വെയിലൊട്ടും ഇല്ലാത്ത സ്ഥലമാണ്. പന്തൽ കൊള്ളാം. വെയിലൊട്ടും ഇല്ലാത്ത സ്ഥലമാകുമ്പോൾ ഒന്നും നമ്മൾ പണിയെടുക്കുന്നത് വെറുതെ ആവും. അപ്പോൾ നമുക്ക് കുറച്ച് നാൾ ഇത് ഇൻട്രസ്റ്റ് പോകും. അതാണ് ഇവിടെ ഉണ്ടായത്. പിന്നിൽ ചേട്ടന് ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിരുന്നത് അതാ, വെയിലില്ലല്ലോ. അപ്പോൾ അത് ചെയ്യും. മണ്ണും നല്ലതല്ല. അപ്പോൾ ചെയ്യണതിനൊരു ഫലമില്ല. കുറേ പണിയെടുക്കാൻ തന്നെ മാത്രമുള്ളൂ. നമ്മൾ കുറേ നടണതല്ല കാണിക്കാറുള്ളൂ, വിളവെടുപ്പ് അധികം കാണിക്കാറില്ല, കാരണം ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ വെണ്ടക്കായാണ് ഇപ്രാവശ്യം ഭയങ്കരമായിട്ടുണ്ടായത്. അതുപോലെ കോവയ്ക്കും, അത് രണ്ടും നന്നായി കിട്ടി. പന്തൽ കൊള്ളാം, പക്ഷെ അതിന് ക്യാഷ് കളയണമായിരുന്നോ? അല്ല, ഇതിന്റെ ബാക്കിയാ. പന്തൽ കൊള്ളാം, പക്ഷെ അതിന് ക്യാഷ് കളയണമായിരുന്നോ? ചെടികളൊക്കെ കാണിച്ചതാ. കറിയിൽ തക്കാളി ചേർത്ത ഒന്നുകൂടി നല്ലതായിരുന്നു. സരിത കിട്ടുന്ന ക്യാഷ് എല്ലാം ഡ്രസ്സ് വാങ്ങുവാണോ? ഇവിടെ ഡ്രസ്സിനൊന്നും വലിയ വിലയില്ലേ, നിസ്സാരമായ വിലകളല്ലോ അല്ലേ. എൻ്റെ ഡ്രസ്സുകളേ കുറേ നാള് മുന്നത്തെ ഡ്രസ്സ് തൊട്ട് എൻ്റെ ഉണ്ട്. അപ്പം അതൊക്കെ ഞാൻ വീണ്ടും ഇടുമ്പോൾ ഇപ്പോൾ പുതിയത് വന്നവർക്ക് വിചാരിക്കും ഇതിങ്ങനെ ഇപ്പം എടുത്തുകൊണ്ടിരിക്കണതാണെന്ന് വിചാരിക്കും. നല്ല ഇതുകളൊന്നും നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുമ്പോൾ അതങ്ങനെ കേടാവാണ്ട് കയ്യിലിരിക്കും, കാലങ്ങളോളം ഇരിക്കും. അതെ. പിന്നെ പന്തലിന് കാശ് ചെലവഴിച്ച കാര്യമാണ് പറയുന്നത്. പന്തലിന് കാശ് കളയണമായിരുന്നു. ഒരിക്കലും നഷ്ടമല്ല കേട്ടോ, അതൊക്കെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു ഇതാണ്. അടുത്തത് ഡാലിയ സാബു. പൂക്കളം സൂപ്പർ. പിന്നെ പാചകം അതിലും സൂപ്പർ. പറമ്പിലുണ്ടായ പടവലം അവിടെ വെച്ച് തന്നെ പാചകം ചെയ്ത് കഴിക്കുന്നു. ഇതിലും വലിയ സുഖം ഉണ്ടോ അജു? പിന്നെ പാവലിന് വളം കൂടി പോയോ എന്ന് തോന്നുന്നു. ആട്ടിൻകാഷ്ടം ചൂട് കൂടുതലാണ്, ചുവട്ടിൽ നിന്ന് നീക്കിയിടണമായിരുന്നു. എൻ്റെ ഡാഡി പറഞ്ഞു തന്ന അറിവാണ് കേട്ടോ. ശുഭദിനം. ആട്ടിൻകാട്ടം പിന്നെ നമ്മൾ പൊടിച്ചിട്ടല്ലേ ഇട്ടോണത്, അങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ട് ഇട്ടോണതാണ്. പൊടിച്ചിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയൊക്കെയായി. നീ ഉണ്ടാകുമ്പോൾ കാണിച്ചു തരാം. വൈജയന്തി മനോഹരൻ. അജുചേട്ടൻ്റെ വീട്ടിൽ കോവയ്ക്കയ്ക്ക് ഇതുപോലെ പന്തൽ. അജുചേട്ടൻ്റെ വീട്ടിലല്ല, അജുചേട്ട എൻ്റെ വീട്ടിൽ കോവയ്ക്കയ്ക്ക് ഇതുപോലെ പന്തൽ വെച്ചു. നിറയെ കായുണ്ടായി. നല്ല കാറ്റും മഴയും വന്നു. പന്തലിൽ തെങ്ങിൻ്റെ പട്ട കാറ്റത്ത് വന്ന് വീണു, പന്തലും വീണു. അതിനുശേഷം കാല് കുഴിച്ചിട്ടു. അതുകൊണ്ട് ശ്രദ്ധിക്കുക.
സരിതയുടെ കറി കണ്ടപ്പോൾ വിശന്നു. തെങ്ങമ്മ കയറാൻ ആള് വരണ്ടേ, പട്ടക ഒക്കെ പൊട്ടിച്ചിരുന്നേ, പട്ടകളൊക്കെ ഇറക്കണം, നാളികേരം ഇറക്കണം, അല്ലെങ്കിൽ പന്തലമ്പിലേക്ക് വീഴും. പന്തലമ്പിലേക്ക് വീണൊക്കെ കൂടി ഇങ്ങനെ മറ്റേ മിന്നാരത്തിലത്തെ പട്ടി വീഴില്ലേ അസ്ഥി കൂടം, അതുപോലെ ഒടിഞ്ഞു നുറുങ്ങി വീഴും, ദൈവത്തിനറിയാം. അങ്ങനെയൊന്നുമില്ല. അടുത്തത് വാലി ലൈഫ്. പന്തൽ കൊള്ളാം. അതിൻ്റെ 4 കാലിൻ്റെ അടുത്തും ഓരോ കുറ്റി അടിച്ച് പന്തലിൻ്റെ കാല് കൂട്ടി കെട്ടുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നല്ല കാറ്റും മഴയും വന്നാൽ പന്തൽ പറന്ന് അനിലൻ ചേട്ടൻ്റെ വീട്ടിലെത്തും. പോവില്ല, പന്തലമ്മ കാറ്റ് പിടിക്കില്ല. കാരണം വെച്ചാൽ ഇത് വെറുതെ ഒരു കമ്പി മാത്രമല്ലേ, നമ്മൾ കാറ്റ് ഇങ്ങനെ വരുമ്പോൾ മോനെ അതുമ്മിലേക്ക് സാധനങ്ങൾ പടർന്ന് അതുമ്പോൾ പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെയിറ്റ് ആവും. കാറ്റ് വരുമ്പോൾ ഇതിങ്ങനെ കാറ്റ് വന്നിട്ട് ഇതിങ്ങനെ ചെത്തി പോവും, മനസ്സിലായ? കാരണം ഇതിന് അത് കാറ്റിനോട് കൂടെ ഒന്ന് പറഞ്ഞോളൂ അങ്ങനെ ചെത്തി പോവാൻ. അത് ഇത്രയ്ക്ക് കനമുള്ളോ, അപ്പൊ അതിന് കാറ്റ് പിടിക്കില്ല. ആ സമയം ഇത്തിരി വീതി കൂടുതലുണ്ടെങ്കിൽ, എനിക്ക് അറിയില്ല കേട്ടോ, എനിക്കും അങ്ങനെ തോന്നണം. ഞാൻ ചേട്ടനോട് വെച്ചാ വീഴില്ലേ, വീതി കൂടുതലുണ്ടെങ്കിൽ കാറ്റ് പിടിക്കും. അറിയില്ല, ചിലപ്പോൾ അങ്ങനെയാവാം, ഒരിക്കലും ചിലപ്പോൾ വീഴാം. ഇല്ലില്ല, വീണാൽ ചേട്ടൻ പഠിക്കുള്ളൂ. അപ്പൊ ചേട്ടൻ കുഴിച്ചിടേ ഇപ്പൊ കാലില് കുറ്റിയടിച്ച് കെട്ട എന്തേലും ഒരു കുഴപ്പമില്ല, നമുക്ക് കാണിച്ചു തരാം. വീണുണ്ടെങ്കിൽ അതും കാണിച്ചു തരും കേട്ടോ. നമ്മുടെ തോൽവികളൊന്നും ഒരിക്കലും നമ്മൾ മറച്ചു വയ്ക്കില്ല. ഇപ്പൊ വേണമെങ്കിൽ ശർക്കര ഉപ്പേരും മറ്റേതും ഉണ്ടാക്കിയപ്പോൾ നമുക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഇതാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ട് കാണിച്ച് ലാസ്റ്റ് ടേസ്റ്റ് ചെയ്യണ ക്ലിപ്പ് എടുക്കുക. ആഹാ എന്താ രസം, ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണോ ഇതൊന്നും എനിക്കല്ലോ തോന്നുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. പിന്നെ എനിക്ക് ആ പഴം പഴുത്തുണ്ടായിരുന്ന സരിത നേരിയ പഴുപ്പ് വന്നിട്ടുണ്ടെന്ന് സരിത ആദ്യം പറഞ്ഞു. അപ്പൊ ഞാൻ അതിനെ നിഷേധിച്ച് പറഞ്ഞു, പഴുത്തൊന്നുമല്ല, അതിന്റെ കളർ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ. പിന്നെ അവസാനം പിന്നെ അത് രുചിച്ച് നോക്കിയപ്പോഴാണ് അതിൽ പഴുപ്പിന്റെ ചെറിയ മുറുക്കം വരുന്നില്ലേ. മുറുക്കം വരാത്തതല്ല, ഫസ്റ്റത്തെ ട്രിപ്പ് കായ വറുത്ത് തിന്നപ്പോ നല്ല മധുരം. അതന്നെ അപ്പൊ മനസ്സിലായി പഴുത്ത്. അത് നമ്മൾ സമ്മതിച്ചു. അതെ. ഇനി അടുത്തത് അനുമോൾ ജിതിൻ. അജുവേട്ടാ, കുളിപ്പിച്ച് കൊച്ചില്ലാതാകുമോ? എൻ്റെ മനസ്സിൽ തോന്നുന്നത് സരിതേച്ചി പറയുന്നുണ്ട്. അതായത് വളടാൻ തുടങ്ങി പിന്നെ ചേട്ടനൊരു കൺട്രോളില്ലാത്ത പോലെയാണ് ഇട്ടുകൊടുത്തോണ്ടിരിക്കണതേ. അപ്പം അത് കണ്ടപ്പോൾ ചോദിച്ചതായിരിക്കും. അടുത്തത് മധു പുത്തൂർ രാമൻ. ഒരു ഫ്രെയിം താഴെ വെച്ച് വള്ളി കെട്ടി, ആ ഫ്രെയിം താഴെ വെച്ച് വള്ളി കെട്ടി മുകളിൽ വെച്ചാൽ മതി. ഇപ്പൊ നെറ്റ് വേലിയാണ്, അതാണ് എളുപ്പം. കണ്ണി അകലമുള്ള വല വാങ്ങിയിട്ട് ഷട്ടിൽ കോർട്ട് കെട്ടണ പോലെ അത് ഇവിടെ ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്യാറുണ്ട്. അത് കോവയ്ക്ക മറ്റേ എന്തുടനോ അങ്ങനെ നമ്മൾ കെട്ടിയിട്ടുണ്ടല്ലോ. പച്ചക്കറി വല എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതെ, നല്ലത് കേരര വള്ളി കെട്ടാണ് നല്ലത്. അത് എത്ര നാൾ വേണമെങ്കിൽ നിൽക്കും. മറ്റാകുമ്പോ ആകെ ചിറ്റി പണിക്കും. പിന്നെ വെള്ളം കുറച്ച് കൂടിപ്പോയി. പടവലങ്ങിയും ചെമ്മീനില്ല വെള്ള ചാറ് പറ്റി ഉഷാറായി. നാളെ പല്ലല്ല നമ്മൾ വെച്ച പടവലങ്ങിയും ചെമ്മീനും അമ്മ ഉണ്ടാക്കിയിരുന്നപ്പോൾ നല്ല സ്വാദായിരുന്നു. അതെല്ലാ സാധനം അങ്ങനെ നമ്മുടെ അമ്മ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് പണ്ട് നല്ല ടേസ്റ്റ്. അതിൻ്റെ ടേസ്റ്റ് നമുക്ക് എവിടെ നിന്നും കിട്ടില്ല. അമ്മയുടെ ആ സ്നേഹവും വാത്സല്യം കൂടി അതിൽ ചേർത്തിട്ടാണല്ലോ നമുക്ക് തരാം. അത് നമുക്ക് വേറെ എവിടെ നിന്ന് കിട്ടുക? അമ്മയുടെ സ്നേഹം വാത്സല്യമൊക്കെ അവിടെ നിന്ന് തന്നെയല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കും ആ ടേസ്റ്റ് പിന്നെ വേറെ എവിടെയും കിട്ടാത്തത്. അടുത്ത ആദർശ് പണിക്കർ. കൊള്ളാം, പടവലങ്ങയും കൊഞ്ചും വളരെ സ്വാദിഷ്ടമായ ഒരു പഴയകാല വിഭവമാണ്. പഴയകാല രുചികളെ തനിമയോട് ചേർത്ത് നിർത്തുന്ന രുചിരാജാക്കന്മാരാണല്ലോ മലയാളികൾ. അതുകൊണ്ട് തന്നെ ഈ രുചിയും പ്രേക്ഷകരുടെ നാവിലൂടെ പതിയെ പതിയെ നീങ്ങി. ഒരു മന്ദമാരുതൻ തൻ്റെ ചാരുതയോടെ. വീഡിയോ സൂപ്പർ. പിന്നെ ഇവിടെ കിട്ടുന്ന ഓരോ ലൈക്കുകളും താങ്കൾക്ക് കിട്ടുന്ന കർഷകശ്രീ അവാർഡുകളാണ്. തനത് തമാശകളും കൃഷി ആവേശവും പാചകവും എല്ലാം കൂടി പ്രോജ്വലമായ വിരുന്നൊരുക്കി പ്രേക്ഷകർക്ക് നൽകിയ 2 പേർക്കും അഭിനന്ദനങ്ങൾ. ഒരു പാട്ടുകൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പാട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് തോന്നും എന്നുള്ളതും പരമാർത്ഥം. ഹാപ്പി, സ്നേഹം, ഇഷ്ടം, സസ്നേഹം പണിക്കർ. ചാർലി അവിടെ ആരുമില്ല, എന്നിട്ട് എവിടേക്ക് നീട്ടി കുരയ്ക്കണ്? ഒരു ഈച്ച പോലെ ഈ പറമ്പിൽ കിടക്കാൻ ചാർലി സമ്മതിക്കില്ല. മുത്തുമണി സുന്ദരൻ. അപ്പൊ നല്ല കമന്റ് കേട്ടോ, നല്ല രസമുണ്ട്. അതന്നെ, ആളുടെ കമന്റ് ഒക്കെ അങ്ങനെയാണ്, വളരെ സാഹിത്യ ഇതിലാണ് എഴുതാം. അടുത്തത് ലൈഫ് ടുഡേ. ചോറ് ഉരുട്ടി വിഴുങ്ങിയിട്ട് സരിതയെ നോക്കി എന്തോ പറയാനുള്ള നോട്ടം. അത് കഴിഞ്ഞ് ചവയ്ക്കണില്ല, സൗണ്ട് കേൾക്കുന്നു. ധൈര്യമായി ചവച്ച് കഴിച്ചോളൂ അജുവേട്ടാ. വിമർശിക്കുന്നവർ ഒന്നും ചവയ്ക്കാതെയാണോ കഴിക്കുന്നത്? അലവസരപ്പെടുത്തുന്ന സൗണ്ട് ഒന്നും നിങ്ങൾ കേൾപ്പിക്കാറില്ലല്ലോ. ചിലർ ഭയങ്കരമായി ചപ്പി സൗണ്ട് കേൾപ്പിച്ച് കഴിക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്ലേ പ്രശ്നം? അതിപ്പോ നമുക്ക് ഇങ്ങനെ പറയുമ്പോഴേ നമുക്ക് ഇവിടെ നമ്മളെ അയ്യോ ആളുകളെ കേൾപ്പിക്കണ്ടെന്നുള്ളൊരു തോന്നല് നമ്മുടെ മനസ്സിന്റെ ആളുകൾക്ക് അറപ്പ് തോന്നണ്ട, ബുദ്ധിമുട്ട് തോന്നണ്ട.
അടുത്തത് നിഷ പി. ഗുഡ് മോർണിംഗ് അജു ആൻഡ് സരിത. ഗുഡ് മോർണിംഗ്. പറമ്പിലെ പണികളും സരിതയുടെ കുക്കിങ്ങും അടിപൊളിയായി. സരിത പറഞ്ഞത് കേൾക്കൂ. അജുവേ, വളം അധികമായാൽ ചെടികൾ നന്നാവില്ല. അനിലൻ ചേട്ടനോട് ചോദിച്ചിട്ട് വളം ഇട്ടാ പോരെ. അന്ന് മീശ തനിയെ പൊക്കിയില്ലേ? ഞാനെന്ത് പറഞ്ഞേ, സോറി. തനിയെ എന്ന് മേശ തനിയെ പൊക്കിയോ? അയ്യോ, എന്നിട്ട് എനിക്ക് മംഗ്ലീഷിൽ എഴുതിയേക്കണാറുണ്ടേ, എന്നിട്ട് മനസ്സിലാവില്ല. സരിതയുടെ പാട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പാടൂ കുട്ടിയെ. പാട്ട് പാടിയിട്ട് കുറെ നാളായില്ലേ? ഇനി അതില്ലേ പാടാട്ടാ. സരിത നല്ല മഴക്കാരായി ഫ്ലാറ്റിന്റെ മുകളില്. ശരി. മേഴ്സി ജേക്കബ്, താഴെ വെച്ച് വെള്ളി കെട്ടിയതിന് ശേഷം മുകളിൽ വെച്ചാൽ പോരെ? ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത പന്തലിന് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടല്ലോ, അത് ഉപയോഗപ്പെടുത്തി പറ്റുന്ന കാര്യമായിരുന്നു. ഒരു പന്തലിൽ മിനിമം 2 തരം പച്ചക്കറി കയറ്റാം. അടുത്ത റിയാസിനെ കുറേ കാലമായിട്ട് കാണാറുണ്ടായിരുന്നില്ല. ആളെന്തോ വയ്യാണ്ട് ആക്സിഡൻറ്റാ അങ്ങോട്ട് പറ്റിയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു, റെസ്റ്റിലാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആളിപ്പോൾ ഉഷാറായി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിട്ട് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. സ്വന്തമായിട്ട് പറമ്പില്ലാത്തത് കൊണ്ട് അജു കിളയ്ക്കുന്നുണ്ട് ആവേശം കയറി കൈക്കോട്ടെടുത്ത് അടുത്ത വീട്ടിലെ പറമ്പെങ്ങാനും കിളച്ചാലോ എന്ന് പേടിച്ച് കൈക്കോട്ടെടുത്ത് കണ്ണത്താത്തൊരു സ്ഥലത്ത് കൊണ്ടുവച്ചു. നന്നായി അതന്നെ. അടുത്ത് ഹനീമ, സരിത ചേച്ചി സെറ്റ് സാരി ഉടുത്താൽ നന്നായിരുന്നു. അജു ചേട്ടൻ ഷർട്ടും സെറ്റും മുണ്ടും ഉടുത്താൽ രണ്ടാളും പൊളിയായേനെ. ഇത് നമ്മൾ തേക്കിൻകാട് മൈതാനത്തിൽ ആ തേക്കിൻകാട് മൈതാനത്തിൽ അവിടെ കിടന്ന് നടന്നിട്ട് തന്നെ കാലും കൈയൊക്കെ കഴിച്ചു. പിന്നെ സെറ്റ് സാരി കൊണ്ട് കൊടുത്തിട്ടാണെങ്കിൽ നന്നായിനെ. എനിക്കത് ഒട്ടും കംഫർട്ടബിൾ അല്ല സാരിയും സെറ്റും കൊണ്ടൊന്നും. നമുക്കത് ഭയങ്കര ഒരു എവിടേക്കോ നടന്ന് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ഇതുകൾ. നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങളോട് ഫ്രീ ആയിട്ട് വർത്താൻ പറയണ്ടത് നമുക്ക് അവതരിപ്പിക്കുമ്പോൾ തന്നെ. അല്ലെങ്കിൽ എവിടേക്കോ ഒരു പിടുത്തം പോലെ ചിലരൊക്കെ മറ്റേ ഓരോ ഫംഗ്ഷനുകളൊക്കെ വന്നിട്ട് ചില ഡ്രസ്സുകളൊക്കെ അതിനെ ഒതുക്കാനും കഷ്ടപ്പെടുന്ന ഇതുകളൊക്കെ നമ്മുടെ വീഡിയോകളിൽ കാണുന്നതിൽ ഇഷ്ടം പോലെ. സംസാരിക്കാൻ സമയം ഉണ്ടാവില്ല. അത് നോക്കി അവിടെ നോക്കി ഇവിടെ നോക്കി അവിടെ വലിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ നമുക്കവിടെ നമ്മളെ സ്വാഭാവികമായിട്ട് അവതരിപ്പിച്ച് പോകണമെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള വേഷമായിരിക്കണം. അതുകൊണ്ടാണ് കേട്ടോ. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ ഇത്ര സെറ്റ് മുണ്ടും സെറ്റ് സാരിയും പട്ടുപാവാടയും മറ്റേ ദാവണി കൊടുത്തിട്ടുള്ള പെൺകുട്ടികളെ കാണണം. എന്തൊരു ഭംഗിയായിരുന്നു. പക്ഷെ അവർക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ വേണ്ട, അവർക്ക് ഇങ്ങനെ ഓടി നടന്നിട്ട് വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല. ഇല്ല, അവർ വെറുതെ അവരുടെ ക്ലാസ്സിലത്തെ പിള്ളേരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കമ്പനി അടിച്ച് വന്നേക്കാം. വെറുതെ ഒരുത്തിലിരുന്ന് വർത്താനം പറഞ്ഞിരിക്കണു, ഫോട്ടോസ് എടുക്കണു, അത്രേ ഉള്ളൂ. അങ്ങനെ. മൈനു ജോമോൻ, നിങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി ആളുകളുണ്ടല്ലോ, ഓണത്തിന് എല്ലാവരും കൂടി പലതരം മത്സരങ്ങൾ നടത്തൂ. ഇഷ്ടം പോലെ കുട്ടിപ്പട്ടാളങ്ങളുണ്ടല്ലോ. കസേരകളി, സ്പൂൺ നാരങ്ങ ഓട്ടം, സൂചിയും നൂലും കോർക്കുക, മെഴുതിരി എത്തിച്ചു കൊടുക്കുക, എന്നിട്ട് സമ്മാനം കൊടുക്കുക, വീഡിയോ എടുക്കുക. അതൊക്കെ കണ്ട് ഞങ്ങൾ സന്തോഷിക്കട്ടെ. നമ്മുടെ വീട്ടിലുള്ള തന്നെ എല്ലാവർക്കും ഇതിൽ താല്പര്യമൊന്നുമില്ല. വീഡിയോയിൽ വരാൻ താല്പര്യമുള്ളവരല്ലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടികൾക്കാണെങ്കിൽ ആർക്കും താല്പര്യമില്ല. വലിയവരിലും ചിലവർ മാത്രം വന്ന് നിൽക്കും. ചേട്ടനും ചെറിയേട്ടനും നല്ല ഇഷ്ടമാണ്. വിളിക്കുമ്പോഴേക്കും അവർ ഓടി വരും. വിളിച്ചില്ലെങ്കിലും അവർ നമ്മൾ വീഡിയോ എടുക്കണണ്ട ചിലപ്പോൾ അവിടെ നിന്നിട്ട് കാണുകയാണെങ്കിൽ അവർ വരും. ബാക്കി ആർക്കും ഇഷ്ടമില്ല. പിള്ളേരുകൾക്ക് ഒട്ടും ഇഷ്ടമല്ല. ജഗ്ഗുവിന് പിന്നെ കുഞ്ഞിതിലെ തൊട്ട് നിന്നിട്ടാന്നുണ്ട് അവനൊരു പ്രശ്നമില്ല. ക്യാമറയിൽ വരാനോ ഒന്നും ഒരു പ്രശ്നമില്ല. അദ്ദേഹം സംസാരിക്കില്ലെങ്കിലും വരാനൊരു കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ വീഡിയോകൾ എടുക്കാൻ പറ്റില്ലേ? അപ്പോൾ നമ്മൾ ഈ കോവിഡിന്റെ ടൈമിൽ എല്ലാവരും ഇവിടെ പെട്ട് കിടക്കുന്ന സമയത്ത് ഒരു വട്ടം ആരുടെ വെഡിങ് ആനിവേഴ്സറിക്ക്, വലിയേട്ടൻ്റെ വലിയച്ചേരി വെഡിങ് ആനിവേഴ്സറിക്കാണോ അളിയനും ഒന്നുകൂടി ഉണ്ടായിരുന്നു. അളിയനും നാട്ടിൽ വന്നിട്ട് പെട്ടു. അളിയനും പിള്ളേരെ കൊണ്ട് ഡാൻസ് പ്രോഗ്രാമുകൾ ചെയ്യിപ്പിക്കാൻ പഠിച്ച പണി 18 നോക്കി. അത് വീഡിയോ എടുക്കാനല്ല, വേറെ ഞങ്ങളെല്ലാവരും ആ സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയില്ലല്ലോ. അപ്പോൾ അനിലും ചേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ആ ടൈല് വിരിച്ചു കൊടുത്ത് മിക്കവാറും ദിവസം എല്ലാവരും കൂടും. എന്നിട്ട് ചീട്ടുകളി, പിന്നെ കള്ളനും പോലീസും, അങ്ങനെയുള്ള കുറേ കളികൾ, അതൊക്കെ കളിച്ചിട്ടും വർത്താനം പറഞ്ഞു. ഭയങ്കര രസമായിരുന്നു. പിള്ളേരൊക്കെ ഡാൻസ് കളിക്കും. പൊന്നൂസില്ലേ, പൊന്നൂസ് സജീവൻ്റെ മോൾ, അവൾ ഡാൻസ് കളിക്കും. അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാ പിള്ളേരോടും കൂടിയിട്ട് കളിച്ചിട്ട് ഒരു സാധനം സെറ്റാക്കാൻ പറഞ്ഞു. പക്ഷേ പിള്ളേരുണ്ടാ കൂട്ടാക്കണോണ്ട് ലാസ്റ്റ് അളിയൻ പിണങ്ങി. അളിയൻ കുറേ ശ്രമിച്ചു പിള്ളേരുകളെല്ലാവരും കൂടി ഒന്ന് കൂട്ടി ഇതാക്കാനായിട്ട്. ഇവിടുത്തെ പിള്ളേർ വരില്ലന്നേ. അപ്പോൾ ലാസ്റ്റ് അളിയൻ പിണങ്ങി പോയി, മിണ്ടില്ല എന്നൊക്കെ കണ്ട് മാറിയൊക്കെ ഇരുന്നപ്പോൾ ജിത്തും എല്ലാവരും കൂടി കണ്ട് ഭയങ്കര രസമായിരുന്നു ആ ഡാൻസൊക്കെ. ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട്. അതൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടാ. പക്ഷേ വെറുതെ ഫോണിൽ എടുത്ത വീഡിയോകളുണ്ട്. അങ്ങനെ ആ സമയത്തൊക്കെ ഭയങ്കര രസമായിരുന്നു അല്ലേ, കോവിഡിൻ്റെ ടൈമിലൊക്കെ. അടുത്തത്
അർജുൻ വി കെ, നമസ്കാരം അജു ചേട്ടാ, സരിത ചേച്ചി, ജഗ്ഗു. കാണുവാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാളൻ, പുളിയിഞ്ചി, വടുകപ്പുളി അച്ചാർ, ശർക്കര വരട്ടി, കായ വറുത്തത് എന്നീ ഓണ വിഭവങ്ങളുടെ മനോഹരമായ പാചകം കാണുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. എല്ലാ ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ് ഉള്ള ഉത്രാട ദിനാശംസകൾ നേരുന്നു. സന്തോഷം. അടുത്ത് മീന സതീഷ്, പാചകത്തിൽ തെറ്റുപറ്റിയാലും അത് തുറന്നു പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതാണ് നിങ്ങളുടെ വിജയം. സത്യസന്ധമായ അവതരണം. ഉത്രാട ദിനാശംസകൾ. മേഴ്സി ജേക്കബ്, അമ്മേ ഭയങ്കര ഇരുട്ടായി. ഞങ്ങൾ അവിയൽ, എലിശ്ശേരി, കൂട്ടുകറി, രസം, കാളൻ, പുളിഞ്ചി, നാരങ്ങാക്കറി എന്നിവ ഉണ്ടാക്കി ഓൾറെഡി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കും. പിന്നെ ഓണത്തിൻ്റെ അന്ന് സാമ്പാർ, ഓലൻ അങ്ങനെ ഉണ്ടാക്കും. ഇവിടെ ഞങ്ങൾ പറമ്പിൽ കൃഷി ചെയ്തുണ്ടാക്കിയ നാടൻ കുറ്റിപ്പയർ, മെഴുക്കുപുരട്ടി, പിന്നെ പപ്പടം കാച്ചൽ, പായസം, അടപ്രഥമൻ ഇതൊക്കെ ഉണ്ടാക്കും. മോള് 2 ദിവസമായിട്ട് വലിയൊരു പൂക്കൾ ഒരുക്കും. അവൾ തന്നെ ചെയ്തോളും. 2-3 മണിക്കൂർ പിടിക്കുമെന്ന് മാത്രം. കാലത്ത് പഴം പുഴുങ്ങി വിളയിച്ച് വെക്കും. അവളുടെ കുഞ്ഞുവാവ അതും തിന്നുകൊണ്ട് നടക്കും. പായസവും കുടിച്ച് നടക്കും. അത് കാണുന്നത് ഒരു വലിയ സന്തോഷം. ഓണാശംസകൾ അജു, സരിത, ഉണ്ണിക്കുട്ട. അടുത്ത് ഭാരതി ആനന്ദ്, അജു, സരിത, ജഗ്ഗു, നിങ്ങൾക്ക് എൻ്റെയും കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. കാളം കുറച്ച് കറുത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാനും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ തൃശ്ശൂർക്കാരൊക്കെ ഒരുവിധം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത്. ഞാൻ കുരുമുളക് അരിച്ച് ചേർക്കും. എൻ്റെ അമ്മയതെ അത് വെള്ളത്തെ കലക്കി വയ്ക്കും. വെള്ളത്തെ കലക്കിയിട്ട് തെളി ഊറ്റും. അപ്പോൾ വെള്ളയില്ലേ അതിൻ്റെ കറുത്ത സാധനം പോവും. അടിയിൽ വെള്ള ഊറും. അതാണ് എന്നിട്ട് കൂട്ടാനിൽ ചേർക്കുക. അപ്പോൾ ഇങ്ങനൊരു കറുപ്പ് കളർ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാകും. ഞാൻ കുരുമുളക് അരിച്ച് ചേർക്കും. എങ്ങനെയായാലും ഓണം ഗംഭീരാകും. ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തിൻ്റെ, സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെ ഓണാശംസകൾ നേരുന്നു. അടുത്ത് രഞ്ജിത്ത് മേനോൻ, ഹായ് അജു, നമസ്കാരം. ഹായ്, നമസ്കാരം. കാളനിൽ എന്തേ ചേന ഇടാൻ വിട്ടുപോയി, മറന്നു. ഞാൻ ചേട്ടനോട് വാങ്ങിക്കാൻ ചേന വാങ്ങിക്കാൻ പറയാൻ ഞാൻ മറന്നതാ. അതിന്റെ കൂട്ടുണ്ടാക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ. ഒരു കാളൻ ടിപ്പ്, അവസാനം പെപ്പർ പൊടി ഇട്ടിട്ട് ബട്ടർ ഇട്ടാൽ നന്നായിരിക്കുന്നു. നെയ്യിൽ താളിക്കണം എന്നില്ല. പഴം വറുത്താൽ ഇങ്ങനെ ഇരിക്കും കളർ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പം മഴ കൂടി. അപ്പം നമ്മൾ നിർത്താണ്. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.